ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന ഒരു വീഡിയോയാണിത്. താല്പര്യമുള്ളവർക്ക് കാണാം. ഒരു നല്ല ബന്ധം തകരാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നു പറയാം, ഡ്രാമാറ്റിക് ബിഹേവിയർ. ഒരാളുമായി നല്ല സ്നേഹബന്ധത്തിൽ അല്ലെ സഹകരണത്തിലൊക്കെ ആകുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. ഇമോഷണൽ ബിഹേവിയർ കൊണ്ട് മാത്രം ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എത്ര ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ? ഒരു നല്ല ബന്ധം, സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സത്യസന്ധത കൂടിയേ തീരൂ. ഏതൊക്കെയാണ് ഇമോഷണലായി പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുമാത്രമായാൽ അല്പകാലത്തേക്ക് ഒരു ചെറിയ സഹകരണം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കാം. അതിന് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള പ്രാപ്തിയില്ല. എന്താണ് നമ്മുടെയൊക്കെ ഒറിജിനൽ ക്യാരക്ടർ? നാം ഒറിജിനലായി ബിഹേവ് ചെയ്യാതെ ഒരാളെ ബന്ധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നാം എങ്ങനെ വെറും ഇമോഷണലായി മാത്രം നാം ബിഹേവ് ചെയ്യുമ്പോൾ, ഇടപെടുമ്പോൾ അവിടെ നമ്മുടെ ഡുവൽ പേഴ്സണാലിറ്റിയാണ് ഇൻഡയറക്റ്റായിട്ട് നാം പ്രസൻറ്റ് ചെയ്യുന്നത്. അതാർക്കും മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെ നല്ലൊരു ബന്ധത്തിന് പകരം ഒരു ബന്ധനമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നാം സൃഷ്ടിച്ച ബന്ധനത്തെ പൊട്ടിച്ചെറിയാൻ അവർ ശ്രമിക്കും. അപ്പോൾ നാം സൃഷ്ടിച്ച ബന്ധത്തെ പൊട്ടിച്ചെറിയാൻ അവർ ശ്രമിക്കും. ചിലരൊക്കെ പുറത്തു വരും. പുറത്തു വരാൻ കഴിയാത്തവരുടെ ശാപം ആരുടെ മേൽ? അപ്പോൾ മറ്റുള്ളവരുമായി ജീവനുള്ള നല്ലൊരു സ്നേഹബന്ധം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു നീണ്ട സഹകരണം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ ഒറിജിനൽ സ്വഭാവത്തിലായിരിക്കണം. നാം നമ്മുടെ ഒറിജിനൽ നേച്ചറിലായിരിക്കണം അവരുമായിട്ട് ഇടപെടുവാൻ. സത്യസന്ധമായി നാം നമ്മെ തന്നെ ശരിക്കും ഒന്ന് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാവും. നല്ല ഗുണങ്ങളാണ് നമ്മിൽ അധികം പേരിലും കൂടുതലുള്ളത്. ആ നല്ല ഗുണങ്ങൾ, ആ പോസിറ്റീവ് എനർജിക്ക് നമ്മുടെ അകത്തുള്ള നെഗറ്റീവ് അവസ്ഥകളെ, നെഗറ്റീവ് എനർജിയെ വീക്കാക്കിക്കൊണ്ട് നമ്മിൽ നല്ല ഗുണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ, നമ്മിലുള്ള നെഗറ്റിവിറ്റിയെ കുറച്ചുകൊണ്ട് കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ളവരായി മുന്നോട്ട് പോകുവാൻ ശക്തി തരുവാൻ ആ പോസിറ്റീവ് എനർജിക്ക്, ആ ശക്തിക്ക് കഴിയും. എന്നാൽ പലപ്പോഴും നാം ഇതറിയാതെ വെറുതെ അഭിനയിക്കുന്നു. നാടകീയമായി പ്രവർത്തിച്ചാൽ നമുക്ക് നിലനിർത്തുന്ന ഒരു ബന്ധം പടുത്തുയർത്താൻ കഴിയുകയില്ല. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നവർ നമ്മുടെ ശത്രുക്കളായി മാറുവാൻ സാധ്യത കൂടുതലാണ്. വലയിലായി എന്ന് മനസ്സിലാകുമ്പോൾ എങ്ങനെയെങ്കിലും അത് പൊട്ടിച്ച് പുറത്തു വരുവാൻ അവർ ബലം പ്രയോഗിക്കുന്നു. അവരുടെ ഉള്ളിലുണ്ടാകുന്ന മുറിവ് നമുക്ക് മുറിവിന് കാരണമായി തീർന്നേക്കാം. നമ്മുടെ അകത്ത് ആത്മാവിലുള്ള നല്ല ഗുണങ്ങൾ പോലെ സഹകരിക്കുവാൻ, ഇടപെടുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ അകം ശുദ്ധമാക്കി തുടങ്ങാം. അല്ലെങ്കിൽ മനഃപൂർവ്വമായി അഭ്യസിച്ച് ചില ദിവസങ്ങൾ കൊണ്ട് വ്യത്യാസം വരുത്തുവാൻ നമുക്ക് കഴിയും. അങ്ങനെ നല്ല സ്വഭാവം നമ്മുടെ ഒരു ശീലമായി മാറും. അകത്തുള്ള അതുപോലെ പ്രവർത്തിക്കുവാൻ, അകത്തുള്ള സത്യസന്ധത പോലെ പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് കഴിയും. നാം കൂടുതൽ ആർട്ടിഫിഷ്യൽ ആകാതിരുന്നാൽ പിന്നെ വരുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും പോരാഴികളും കൂടുള്ളവർ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുവാനും സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാനും ഇടയായിത്തീരും. കൂടെയുള്ളവരും നമ്മുടെ വീക്ക്നെസ്സുകൾ, പോരായ്മകൾ മനസ്സിലാക്കുകയും സഹകരിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ല സ്നേഹബന്ധം എല്ലാ വിധത്തിലും നമുക്ക് ഗുണമേ ചെയ്യൂ. അങ്ങനെയുള്ള നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടായി നിലനിൽക്കുവാൻ ഇടയായിത്തീരട്ടെ. അതിനായി നമുക്ക് ശ്രമിക്കാം.